എന്നാ പിന്നെ അങ്ങോട്ട് തുടങ്ങല്ലേ. ഹനാൻ ഷാ എന്ന് പറയുന്ന പുള്ളി ഇല്ലേ, ഇപ്പൊ സോഷ്യൽ മീഡിയയില് പുള്ളിക്കെതിരെ വലിയൊരു ഹേറ്റ് ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. ഞാൻ പോയിട്ട് പിന്നീട് എന്തെങ്കിലും വരാം. അമ്മാവൻ കാര്യമായിട്ട് ചെറിയുന്നുണ്ടല്ലോ. അമ്മാവൻ ചൊറിഞ്ഞൊറിഞ്ഞ് തല്ലു വെച്ച് കൂട്ടുന്നു തോന്നുന്നു. എലിവിഷം വേണ്ട, ഏൽക്കില്ല. നല്ല പന്നിപ്പടക്കം വാങ്ങിക്കുക, ഈ സാധനത്തിന്റെ വായിലിട്ട് പൊട്ടിക്കുക, കൊല്ലുക. നമ്മുടെ നാട്ടില് കുടുംബസംഗമത്തിൽ ഇതിലേറെ നല്ല മൈക്ക് കിട്ടും. അഹങ്കാരമാ ആ പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. അത്രയും വേണോ സാർ? വേണം. ഒരു കോൺസേർട്ട് നടത്തുക എന്നുള്ളൊരു കാര്യം പറയാൻ നമ്മൾ ചെയ്യാൻ പോകുന്ന സമയത്ത് നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വേണം. ഈ പറയുന്ന പോലെ നമുക്ക് വെളിയിലിരുന്ന് റീൽസ് മാത്രം കണ്ടുകൊണ്ടിരുന്ന നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തില്ല. നിനക്കും അസുഖമില്ലാത്തോണ്ട് കുഴപ്പമില്ലട്ടാ. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. ഇതൊക്കെ ബേസിക് നീഡാ, ഒരു പാട്ടുകാരന്റെ ബേസിക് നീഡാ. ഈ സാധനം ചെവിയിൽ വെക്കണം. ഇന്നിയേഴ്സ് ഇന്നും കിട്ടിയില്ലേ? കിട്ടി. എന്തായിരുന്നു വിഷയം? തട്ടുകടയിലെ പ്രണയലീല. ഓ ഗുഡ്. പുള്ളിയെ പുറത്തെ രാജ്യത്ത് ഒരു പരിപാടിക്ക് വിളിക്കണ സമയത്ത് അത് പ്രൊവൈഡ് ചെയ്തില്ലെങ്കിൽ അത് ആ കോർഡിനേറ്റ് ചെയ്ത ആൾക്കാരുടെ ഇഷ്യൂ തന്നെയാണ്. കേട്ട് പഠിക്കടാ. ബാക്കി പറ. മൂർഖനെയാണല്ലോ ചവിട്ടിയത്. അതിന് ഇത്ര ഹെയ്റ്റ് ക്യാമ്പയിനോ അഹങ്കാരം ഒന്നും പറയേണ്ട ആവശ്യമില്ല. തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. ലൈവ് ചെയ്യുമ്പോൾ ബ്രോയ്ക്ക് ഫേസ് ക്യാം ആയിട്ട് വെച്ചിരിക്കുന്നത് നല്ല ക്വാളിറ്റിയിൽ ഔട്ട് കൊടുക്കാനല്ലേ ഫേസ് ക്യാം വെച്ചിരിക്കുന്നത് DSLR. അല്ലെങ്കിൽ 4000 രൂപ 2000 രൂപയുടെ ഫേസ് ക്യാം മേടിച്ച് വെച്ചാൽ പോരായിരുന്നു. ലോക പോലെ ഇത്രയും ഹൈ ബഡ്ജറ്റ് ആയിട്ടുള്ള ഹൈ ഏണിങ്സ് ഉണ്ടാക്കിയ ഒരു ഫിലിമിൽ പാട്ട് പാടിയ ഒരു റെപ്യൂട്ടഡ് സിംഗറിന് ഇത്രയും ഹേറ്റ് ഒക്കെ കൊടുക്കേണ്ട ആവശ്യം എന്താ? തറുമാനിയാണ് ഒരു അന്തസ്സുണ്ട്. പുള്ളിയും പുള്ളിയുടെ അനിയനും ഒരേ പാട്ടാണ് പരിപാടിക്ക് പാടുന്നതെന്ന് പറയണത്. ഒരേ പാട്ടെന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ലൊക്കേഷനിൽ അവർ പാടുന്നതാണ്. നമ്മൾ ഈ സാധനം റീൽസ് ആയിട്ട് ഒരിടത്തിരുന്ന് കാണുന്നേ ഉള്ളൂ. ഒരു കൈവതം ഹനാൻ ഷാന്റെ കുഴപ്പമില്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഞാനും ഷബീറും കൂടെ പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. എങ്ങനെ സഹിക്കണു ഈ മുതലിനെ? ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇറങ്ങിയതാണ് കോമഡി. ഞാൻ ഷബീർ ബൈക്ക് എടുത്ത് റൈഡിംഗ് ഗിയേഴ്സ് ഇട്ട് വന്നതാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പൊ ഒരാള് ഒന്ന് പൊങ്ങി വരിക അല്ലെങ്കിൽ ഇതായിട്ട് വരിക എന്ന് തോന്നുമ്പോ നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും കാണുന്ന ടിപ്പിക്കൽ കുശുമ്പെന്ന് മാത്രമേ അതിന് പറയാനുള്ളൂ. പട്ടിയുടെ വാല് പന്തിരാണ്ട് കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം? പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തിയെടുക്കണോന്ന്. അങ്ങനെ പവനായി ശവമായി. നീ വിഷമിക്കാണ്ടിരി. എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല.